പോത്തങ്കോട് പട്ടാപ്പകൽ വർക്ക്ഷോപ്പിൽ കയറി യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പോത്തങ്കോട് നമ്മൾ ശാന്തിഗിരിയിലേക്ക് പോകുന്ന ഭാഗത്ത് മോട്ടോ ക്യൂ എന്ന ഈ ഒരു വർക്ക്ഷോപ്പിലെ ഈ യുവാവിനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയാകേണ്ടി വരുന്ന വാസ്തവത്തിൽ നടന്ന സംഭവം. ഒരു 4 മണിയാവുന്ന ടൈമിന് ഞാനിവിടെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വണ്ടി അവിടെ റോഡ് സൈഡിൽ വന്നിങ്ങനെ ജസ്റ്റ് പാസ്സായി പോയായിരുന്നു. അപ്പോൾ അതിനകത്ത് എല്ലാവരും മാസ്ക് ഇട്ടിരുന്ന് വണ്ടി മൊത്തം ചെളിയായിരുന്നു. വൈറ്റ് എത്ര പേരുണ്ടായിരുന്നു? കാറിലായിരുന്നു. അത് ഒരു 4-5 പേരുണ്ടായിരുന്നു തോന്നുന്നു. കാർ ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ വർക്ക് ബാക്കി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോൾ ഒരു 5-6 പേരിങ്ങനെ അകത്ത് കയറി വന്ന് ഒരു കാരണമൊന്നും പറഞ്ഞില്ല, അകത്തോട്ട് തള്ളി അകത്തോട്ടാക്കിയിട്ട് ഷട്ടറെല്ലാം താത്തിയിട്ട് നല്ല മർദ്ദനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറയാതെ എൻ്റെ ഫോണും CCTV ക്യാമറ ഉണ്ടായിരുന്നു, അതും പിന്നെ വർക്ക് ചെയ്യുന്ന മെഷീനും എല്ലാം എടുത്തുകൊണ്ട് പോയായിരുന്നു. താങ്കളുടെ ഫോണിൽ വിളിച്ചായിരുന്നു, പക്ഷേ ഒരു റെസ്പോണ്ടും ഇല്ല, സ്വിച്ച് ഓഫ് ആണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മുന്നേ വർക്ക്ഷോപ്പിനകത്തൊരു ചെറിയ മോഷണം നടന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വിഷയം നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ വിഷയങ്ങളൊന്നുമില്ല. പൈസ കുറച്ച് ഉണ്ടായിരുന്നു, അത് പിന്നീടാണ് ഈ പരാതി കൊടുത്തതിന് ശേഷമാണ് ഞാൻ നോക്കിയ ടൈമിലേക്കും ഈ സ്പെയർ അടിക്കാനുള്ള ഒരു 10-30,000 അടുപ്പിച്ചുണ്ടായിരുന്നു. അപ്പോൾ 30,000 മേളിലൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനില്ല, അത് മേശപ്പുറത്താണ് വെച്ചിരുന്നത്. അത് ഇതിനിടയിൽ ഈ അടിയിൽ ഇതായപ്പോഴത്തേക്കും അത് നോക്കാനും പറ്റിയില്ല. പോത്തങ്കോട് നഗരമധ്യത്തിൽ ഇത്തരം ഒരു ആക്രമണം നടന്നിരിക്കുന്നത്, ഈ ആക്രമണം മാത്രമല്ല മോഷണം കൂടി നടന്നിരിക്കുകയാണ്. കടയിൽ ഈ വർക്ക്ഷോപ്പിൽ സൂക്ഷിച്ചിരുന്ന 30,000 രൂപയിലധികം പണം എടുത്തുകൊണ്ട് പോയെന്നാണ് ഉടമ പറയുന്നത്. മാത്രമല്ല ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിരീക്ഷണ ക്യാമറ കൂടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ നിരീക്ഷണ ക്യാമറയടക്കം കൊണ്ടാണ് ഈ അക്രമി സംഘം ഇവിടെ നിന്ന് കടന്നു കളഞ്ഞതെന്നുള്ളതാണ്. പക്ഷേ ഈ സംഭവം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിടുന്നു. കഴിഞ്ഞ ദിവസമാണ്, വൈകുന്നേരമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എന്നാൽ ഇത്രയും സമയം കഴിഞ്ഞതിന് ശേഷം പോലീസ് എത്തിയിട്ടില്ല. ഇവർ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പോത്തങ്കോട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഇവരടക്കം ആരോപിക്കുന്നത്. മാത്രമല്ല ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിക്രമങ്ങളിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല. വൈകാതെ പ്രതിയെ പിടികൂടണമെന്നും എന്തിനാണ് ഈ ഒരു ആക്രമണം നടന്നതെന്ന് ഈ യുവാവിന് ഇപ്പോഴും അറിയില്ല. കൃത്യമായ നടപടി വേണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. ഇത്രയും മണിക്കൂറുകൾ കഴിയുമ്പോൾ അലംഭാവമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം.